സുഹൃത്തുക്കളെ, പാനപാത്രം ഏതായാലും വിഷം കുടിക്കരുതെന്ന് സീറോ മലബാർ സഭ ആഹ്വാനം ചെയ്തിരിക്കുന്നു. അപ്പോൾ വിഷം കലക്കി ആരോ വെച്ചിരിക്കുന്നു ഒരു സഭയെ ആകെ കുടിപ്പിക്കാൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് വളരെ ഗൗരവമുള്ള കാര്യമാണ്. സഭയിൽ ലക്ഷക്കണക്കിന് വരുന്ന വിശ്വാസികളെ കുടിപ്പിക്കാനായി വിഷം കലക്കി വെച്ചിരിക്കുന്നത് ഏതായാലും രാഷ്ട്രീയ വിഷമാണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. രാഷ്ട്രീയ വിഷത്തിൻ്റെ പ്രത്യേകത, അത് കുടിച്ചാൽ അത് രാഷ്ട്രത്തിൻ്റെ സിരകളിലേക്കാണ് പടർന്നു കയറുന്നത്. നശിച്ചു പോകുന്ന ഒരു ജനസമൂഹമാകെയാണ്, ഒരു രാജ്യമാകെയാണ് തകർന്നു പോകുന്നത്. അതൊരു നിസ്സാര കാര്യമല്ല. അപ്പോൾ ഈ സാഹചര്യത്തിൽ സീറോ മലബാർ സഭ അങ്ങനെ ഒരു ആഹ്വാനം നടത്താനിടയായ രാഷ്ട്രീയ സാഹചര്യങ്ങളെ സംബന്ധിച്ച് നമ്മൾ ബോധവാന്മാരായിരിക്കണം. കാര്യം ഇത് സീറോ മലബാർ സഭയ്ക്ക് മാത്രം ബാധകമായ കാര്യമല്ല, അത് ക്രിസ്ത്യാനികൾക്ക് മാത്രം ബാധകമായ കാര്യമല്ല, ഇത് മുസ്ലിങ്ങൾക്ക് മാത്രം ബാധകമായ കാര്യമല്ല, അത് രാഷ്ട്രത്തിനാകെ ബാധകമായ ഒരു കാര്യമാണ്. ഏതായാലും ഈ രാഷ്ട്രീയ വിഷം കലക്കി വെച്ചിരിക്കുന്നത് ഇടതുപക്ഷമല്ലെന്നുള്ള ഉറപ്പാണ്. കോൺഗ്രസ് ആണോ എന്ന് ചോദിച്ചാൽ അതുമല്ല. കോൺഗ്രസിനിപ്പോൾ സീറോ മലബാർ സഭയ്ക്ക് വിഷം കലക്കി കൊടുക്കേണ്ട ഒരവസ്ഥ ഉണ്ടെന്ന് തോന്നുന്നില്ല. അപ്പോൾ പിന്നെ ആരായിരിക്കും എന്നുള്ളതാണ്. ഇപ്പം രാജ്യത്ത് 5 എമ്മുകൾ രാഷ്ട്രത്തിൻ്റെ ശത്രുക്കളാണെന്ന് സംഘപരിവാർ പ്രഖ്യാപിച്ചു. ഒന്നാമത്തെ എമ്മ് മുസ്ലിംസാണ്. 2 മാർക്സിസ്റ്റാണ്. ഈ മാർക്സിസ്റ്റുകൾ എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് എന്നല്ല, അത് CPIക്കാരടക്കമുള്ള കമ്മ്യൂണിസ്റ്റ് ആശയങ്ങളിൽ വിശ്വസിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ, അതുപോലെ സംഘടനകൾ, ട്രേഡ് യൂണിയനുകൾ, ഇതെല്ലാം ഇതിനകത്ത് വിടും. 3 മിഷണറീസാണ്. അപ്പോൾ മിഷണറീസ് എന്ന് പറഞ്ഞാൽ ക്രിസ്ത്യാനികൾ എന്നുള്ളതാണ് അർത്ഥമാക്കുന്നത്. 4 മെക്കോളൈസ് എന്ന് പറയുന്നത് ഇന്ത്യയിൽ ശാസ്ത്രബോധവും യുക്തിചിന്തയും കൊണ്ടുവന്ന് ഇംഗ്ലീഷ് വിദ്യാഭ്യാസം നടപ്പിലാക്കിയ അതിൽ പ്രമുഖനാണല്ലോ മെക്കോളൈ. അപ്പം ശാസ്ത്രബോധവും യുക്തിചിന്തയുമാണ് അവിടെ ശത്രു. 5 മെറ്റീരിയലിസ്റ്റ് എന്ന് പറഞ്ഞാൽ പ്രപഞ്ചത്തിന് ഒരു സൃഷ്ടാവില്ല എന്ന് വിശ്വസിക്കുന്ന ഭൗതികവാദി. അപ്പോൾ ബുദ്ധിസം അങ്ങനെയുള്ള ഒന്നാണല്ലോ. അപ്പോൾ ബുദ്ധിസ്റ്റുകൾ മെറ്റീരിയലിസ്റ്റാണ്, പ്രപഞ്ചത്തിന് ഒരു സൃഷ്ടാവില്ല എന്ന് കരുതുന്നവരാണ്. എന്നാൽ സൃഷ്ടാവ് ഉണ്ടെന്ന് കരുതുന്ന ക്രിസ്ത്യാനികളും സൃഷ്ടാവ് ഉണ്ടെന്ന് കരുതുന്ന മുസ്ലിങ്ങളും എല്ലാം ഈ ശത്രുക്കളുടെ കൂട്ടത്തിൽപ്പെടും. അപ്പോൾ ഇത് രാജ്യത്തിൻ്റെ ശത്രുക്കളാണെന്ന് പ്രഖ്യാപിച്ചിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ മാത്രമാണോ ഇങ്ങനെ ഒരു പ്രസ്താവന പുറപ്പെടുവിച്ചിട്ടുള്ളത്? സീറോ മലബാർ സഭയുടെ പ്രസ്താവന പൂർണ്ണമായി ഞാൻ വായിക്കാം. അപ്പോൾ തെറ്റിപ്പോകാതിരിക്കാൻ നോക്കി വായിക്കുന്നതായിരിക്കും നല്ലത്. ഒരു വിവാദത്തിന് നമ്മൾ ഇടം കൊടുക്കേണ്ട ആവശ്യമില്ല. ഇങ്ങനെയൊരു പ്രസ്താവന പുറപ്പെടുവിക്കാൻ ഇടയായ സാഹചര്യം കേരള സ്റ്റോറിയുമായി ബന്ധപ്പെട്ട കാര്യമാണെന്ന് നമുക്കറിയാം. കേരള സ്റ്റോറി എന്ന് പറയുന്നത് സംഘപരിവാർ ആശയങ്ങളെ മുൻനിർത്തി ലവ് ജിഹാദ് എന്ന ആരോപണം ബലപ്പെടുത്തത്തക്ക വിധത്തിൽ വർഗീയ വിദ്വേഷം ജനിപ്പിക്കാൻ പര്യാപ്തമായ വിധത്തിൽ കേരളത്തിലെ 32,000 സ്ത്രീകൾ ഭീകര സംഘടനയിലേക്ക് ആകൃഷ്ടരായി നാടുവിടുകയും നിർബന്ധിത മതപരിവർത്തനത്തിന് വിധേയമാവുകയും ചെയ്തു എന്ന ഒരു പച്ചക്കള്ളം പ്രചരിപ്പിക്കലാണ്. ഈ സിനിമ പ്രദർശിപ്പിക്കേണ്ട കാര്യം ക്രിസ്ത്യാനിക്ക് എന്താണെന്നുള്ളത് ഒരു വളരെ പ്രധാനപ്പെട്ട പ്രശ്നമുണ്ട്. അപ്പോൾ അത് ED പേടിയെ മുൻനിർത്തിയാണ് എന്നുള്ളതിലുള്ള ആരോപണങ്ങളുണ്ട്. ED ഒരു ഇടിവണ്ടിയുമായി നമ്മുടെ നാട്ടിലൊക്കെ ഇങ്ങനെ കറങ്ങി നടക്കുകയാണ്. ED എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ BJPക്ക് ആളിനെ കൂട്ടിക്കൊടുക്കുന്ന ഒരു സംഘമാണെന്ന് ഇന്ന് നാട്ടിൽ പരക്കെ ആക്ഷേപമുണ്ട്. സുപ്രീം കോടതി EDയോട് പറഞ്ഞു, നിങ്ങളുടെ വിശ്വാസ്യത നാട്ടിൽ നിങ്ങൾ തകർത്ത് കളയരുത്. അപ്പോൾ കള്ളന്മാരെയും കൊള്ളക്കാരെയും എല്ലാം സമീപിച്ച് BJPയിലേക്ക് ആള് കൂട്ടിക്കൊടുക്കുന്ന റിക്രൂട്ടിംഗ് ഏജൻസിയായിട്ട് ED അധപ്പതിച്ചിരിക്കുന്നു എന്ന് പറയുന്ന ആക്ഷേപവും ഈ ക്രിസ്ത്യൻ മതസംഘടനകൾ ചിലത് വർഗീയ വിഷം
ചീറ്റുന്ന സാഹചര്യവും കൂടെ ഒരുമിച്ച് കൂട്ടി വായിക്കേണ്ടതാണ് എന്ന വിദഗ്ധാഭിപ്രായമുണ്ട്. അപ്പോൾ സീറോ മലബാർ സഭയുടെ പ്രസ്താവന ഞാൻ വായിക്കാം. ആ മുഖപ്രസംഗം ദീപികയിലാണ് വന്നത്. കത്തോലിക്ക സഭയുടെ പേര് പറഞ്ഞ് വർഗീയതയുടെ വിഷം വിളമ്പാൻ ആരും ഇലയിടണ്ട. മനസ്സിലായേ? ആഗോള ഇസ്ലാമിക തീവ്രവാദത്തെയും ഹിന്ദു വർഗീയവാദത്തെയും ന്യൂനപക്ഷ വിരുദ്ധതയെയും അഹിംസാ മാർഗത്തിലൂടെ എതിർത്തിട്ടുള്ള കത്തോലിക്ക സഭ സ്വന്തം ചെലവിൽ ഒരു വർഗീയ പ്രസ്ഥാനത്തെയും വളർത്തില്ല. മതത്തെയല്ല, തീവ്രവാദത്തെയാണ് നാം ചെറുക്കുന്നത്. ദൈവത്തിനുള്ളത് ദൈവത്തിനും സീസറിനുള്ളത് സീസറിനും കൊടുത്ത് ഒരു ജനതയായി നമുക്ക് ജീവിക്കണം. ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ദൈവത്തിനുള്ളത് ദൈവത്തിനും സീസറിനുള്ളത് സീസറിനും കൊടുക്കുക എന്ന് പറഞ്ഞത് യേശുദേവനാണ്. എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം നിങ്ങൾ ആത്മാവിൻ്റെ മോക്ഷവുമായി ബന്ധപ്പെട്ട കാര്യമാണ് നിങ്ങൾ ദൈവത്തെ സമീപിക്കുന്നത്. പക്ഷേ രാജ്യത്തിൻ്റെ കാര്യങ്ങൾ നോക്കാൻ രാജാവായ സീസർ ഇവിടെ ഉണ്ട് എന്നാണ്. എന്ന് പറഞ്ഞാൽ മതം രാഷ്ട്രീയവുമായി കൂട്ടിക്കലർത്തരുത്. മതം വേറെ, രാഷ്ട്രീയം വേറെ. മതം ദൈവവുമായി, രാഷ്ട്രീയം സീസറുമായി, രാജാവായ സീസറുമായി. ഇത് പറഞ്ഞ യേശുദേവനാണ്. അപ്പോൾ മതവും രാഷ്ട്രീയവും ചേർന്ന് അദ്ദേഹത്തെ കുരിശിൽ തറച്ചു. യേശുദേവനെ കുരിശിൽ തറച്ചു. പൗരോഹിത്യവും രാഷ്ട്രീയവും ചേർന്നാണ്. മഹാത്മാഗാന്ധി ഇന്ത്യൻ രാഷ്ട്രീയത്തിലേക്ക് 1920-കളിൽ കടന്നു വരുന്ന സാഹചര്യത്തിൽ അദ്ദേഹം മതത്തെ മൂല്യമായി കാണുകയും ഈ മതമൂല്യബോധം രാഷ്ട്ര പുനർനിർമ്മാണത്തിന് സഹായകരമായി പ്രയോജനപ്പെടുത്താമെന്ന് കരുതുകയും ചെയ്ത ആളാണ്. പക്ഷേ പിൽക്കാലത്ത് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തോടനുബന്ധിച്ച് ലക്ഷക്കണക്കിന് ആളുകൾ മരിച്ചു വീഴുന്ന വർഗീയ കലാപം കണ്ട് മനന്നൊന്ന് അദ്ദേഹം പറഞ്ഞു, എനിക്ക് അധികാരം കിട്ടിയാൽ ഞാൻ മതത്തെ രാഷ്ട്രീയത്തിൽ നിന്നും വേർപെടുത്തും. ഇവിടെ ദീപിക പറഞ്ഞിരിക്കുന്ന ആ യേശു വചനമാണ് ദൈവത്തിനുള്ളത് ദൈവത്തിന്, സീസറിനുള്ളത് സീസറിനും കൊടുത്ത് ഒരു ജനതയായി നമുക്ക് ജീവിക്കണം. മതം രാഷ്ട്രീയത്തിൽ ഇടപെടരുത് എന്നർത്ഥം. രാജ്യത്തിനും ലോകത്തിനും മാതൃകയാകാനുള്ള ചരിത്ര നിയോഗം കേരളത്തെ പോലെ ഏറ്റെടുക്കാൻ മറ്റാർക്ക് കഴിയും? എന്ന് പറഞ്ഞാൽ കേരളം മതനിരപേക്ഷതയ്ക്ക് മാതൃക എന്ന് വളരെ വ്യക്തമായി അടിവരയിട്ട് പറയുകയാണ്. കേരളത്തിൽ മൃദു ഹിന്ദുത്വ സമീപനം സ്വീകരിക്കാത്ത രാഷ്ട്രീയ പാർട്ടി ഏതാണ്, രാഷ്ട്രീയ പ്രസ്ഥാനം ഏതാണ്, മുന്നണി ഏതാണെന്നൊക്കെ ആളുകൾക്കറിയാം. അതുപോലെ തന്നെ ഭൂരിപക്ഷ വർഗീയതയും ന്യൂനപക്ഷ വർഗീയതയും ഒരുപോലെ അപകടകരമായി കണ്ട് ഭീകരവാദത്തെയും വർഗീയതത്തെയും ചെറുത്തു നിൽക്കുന്ന പ്രസ്ഥാനങ്ങളെ ജനങ്ങൾക്ക് തിരിച്ചറിയാം. അപ്പോൾ അതിന് മാതൃകയാകാനുള്ള ചരിത്ര നിയോഗം കേരളത്തിലെ പോലെ ഏറ്റെടുക്കാൻ പറ്റാൻ കഴിയും. മതത്തെ രക്ഷിക്കാൻ ഇറങ്ങിയവരെ കൊണ്ട് മറ്റുള്ളവർക്ക് ജീവിക്കാനാകാത്ത സ്ഥിതിയാണ്. ചില ആളുകൾ ദൈവത്തിൻ്റെ ബോഡി ഗാർഡുകളാണെന്ന് പറഞ്ഞിറങ്ങിയിരിക്കുക. ഈ പ്രപഞ്ചത്തെ ആകെ സൃഷ്ടിച്ച് സംരക്ഷിച്ച് തീറ്റിപ്പോറ്റി നിലനിർത്തിപ്പോകുന്ന ദൈവത്തിന് അംഗരക്ഷകന്മാരുടെ ആവശ്യമുണ്ട്. ചില ആളുകൾ നമ്മുടെ ദൈവത്തെ രക്ഷിക്കുന്നതിന് വേണ്ടി വാളും പരിചയമായിട്ട് കഠാരയും തൃശൂലവുമായിട്ട് ഇറങ്ങിയിരിക്കുക ദൈവത്തെ രക്ഷിക്കാൻ. ദൈവമാണല്ലോ നിങ്ങളെ രക്ഷിക്കുന്നത്. ആ ദൈവത്തെ രക്ഷിക്കാൻ വേണ്ടി നമ്മളെന്തിനായി ഈ പോലീസിൻ്റെ പണി ചെയ്യുന്നത്? അതാണ് ഇതിനകത്ത് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. രാജ്യത്തെ 100,000 പ്രശ്നങ്ങൾ മറക്കാനുള്ള ഒറ്റമൂലിയായി മതത്തെ ദുരുപയോഗിക്കുന്നവരുടെ എണ്ണം കൂടുകയാണ്. വിശ്വാസികളോടല്ല, വർഗീയവാദികളോടാണ് നാം നിഷാദ എന്ന് പറയും. അപ്പോൾ എനിക്ക് ബൈബിളിലെ ഒരു വാചകം കൂടെ ഓർമ്മ വരികയാണ്. അനന്തരം യേശു ദേവാലയത്തിലേക്ക് ചെന്നു. വാങ്ങുന്നവരെയും വിൽക്കുന്നവരെയും നോക്കി അദ്ദേഹം പറഞ്ഞു, എൻ്റെ ആലയം പ്രാർത്ഥനാലയം എന്ന് വിളിക്കപ്പെടും. നിങ്ങളോ അതിനെ കള്ളന്മാരുടെ ഗുഹയാക്കി തീർത്തിരിക്കുന്നു. അപ്പോൾ ആരാധനാലയങ്ങൾ ആയുധപ്പുരകളാക്കി തീർക്കുന്ന ഈ വിധ്വംസക മതവർഗീയ വിദ്വേഷ ശക്തികൾക്കെതിരെയുള്ള താക്കീതാണ് ദീപിക നടത്തിയിരിക്കുന്നത്. ക്രൈസ്തവരെ രക്ഷിക്കാനെന്ന മുഖം മൂടിയിട്ട് ഇതര മതസ്ഥരെ അവഹേളിക്കുന്ന ക്രിസ്ത്യൻ നാമധാരികൾ ആരായാലും സഭയുടെ തോളിലിരുന്ന് ചെവി തിന്നണ്ട. കാര്യം മനസ്സിലായല്ലോ. ഈ സഭയെ രക്ഷിക്കാൻ അതിൻ്റെ തോളിൽ കയറിയിരുന്ന് ചെവി അടിക്കേണ്ടതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്താ ഇങ്ങനെ പറയാൻ കാരണം? ഇടുക്കി രൂപത കേരള സ്റ്റോറി സിനിമ പ്രദർശിപ്പിച്ചതുമായി ബന്ധപ്പെട്ട വിവാദം കത്തിപ്പടരുകയാണ്.
മതേതരത്വവും കേരളത്തിൻ്റെ സാഹോദര്യവും ഉയർത്തിപ്പിടിക്കുന്ന ഈ മുഖപ്രസംഗം ഉണ്ടായിട്ടുള്ളതെന്നുള്ളത് നിസ്സാരപ്പെട്ട കാര്യമല്ല. അപ്പം ചില ആളുകൾ ഇടിപ്പേടിയായിരിക്കും ചിലപ്പോൾ. എന്തായാലും ശരി തന്നെ, അകത്തും പുറത്തുമുള്ള ഒറ്റുകാരെയും പീഡകരെയും നിഷ്പ്രഭമാക്കിയാണ് സഭ ഇന്നോളം സഞ്ചരിച്ചതെന്ന് അവരെ ഓർമ്മിപ്പിക്കുന്നു. അധികാരമോ ആത്മനിർവൃതിയോ വെള്ളി നാണയങ്ങളോ എന്തുമാകട്ടെ, മതവിദ്വേഷന്മാദത്തിൻ്റെ പ്രലോഭനം കയ്യിൽ വെച്ചാൽ മതി. ഒരുപാട് ക്രിസ്തീയ ആത്മീയ നിമിഷങ്ങളെയും യേശുവിൻ്റെ ജീവിതത്തിൻ്റെ പല ഘട്ടങ്ങളെയും ഓർമ്മിക്കുന്നതാണ് ഈ ഒറ്റ വാചകം തന്നെ. യൂദാസ് പറഞ്ഞത്, ഞാൻ ആരെ ചുംബിക്കുന്നുവോ അവനെ നിങ്ങൾ പിടികൂടിക്കൊള്ളുക എന്നുള്ളതാണ് ശത്രുക്കളോട് പറഞ്ഞത്. അപ്പോൾ വെള്ളി നാണയത്തിന് വേണ്ടി യേശുദേവനെ വെറ്റിക്കൊടുക്കാൻ മടിക്കാത്തവരാ. അവിടെയാണ് ഞാൻ ഈ ഇഡിയുമായി ബന്ധപ്പെടുത്തുന്നത്. മനസ്സിലായോ? അഴിമതിപ്പണം, അല്ലെങ്കിൽ അത് പിടിക്കുമെന്നുള്ള പേടി, അല്ലെങ്കിൽ അത് കിട്ടുന്നതിനുള്ള ലാഭം, അവിടെയൊക്കെയാണ് ഇവിടെ ഈ വെള്ളി നാണയങ്ങളുമായി യൂദാസുമായിട്ടെല്ലാം ബന്ധപ്പെടുത്തിക്കൊണ്ട് സഭ ചരിത്രം പറഞ്ഞിരിക്കുന്നു. സ്വന്തം മതത്തിലെ അതിന്യൂനപക്ഷമായ തീവ്രവാദി കൂട്ടങ്ങളെ തള്ളിപ്പറയാൻ സഭയ്ക്ക് മടിയില്ല. സഹോദര മതങ്ങളോടും അതിനായി സഭ ആഹ്വാനം ചെയ്യട്ടെ. അഹിംസയുടെ ഗാന്ധി മണ്ണിനെ നാം കൈവിടരുത്. ആരാ ഈ ലോകം കണ്ട ഏറ്റവും വലിയ സനാതന ഹിന്ദു മഹാത്മാഗാന്ധി പ്രാർത്ഥനാലയത്തിലേക്ക് കടന്നു ചെല്ലുമ്പോൾ അദ്ദേഹത്തിൻ്റെ പാവനമായ പാതാരബിന്ദങ്ങളിൽ തൊട്ട് നമസ്കരിക്കാൻ എന്ന വ്യാജേന കുനിഞ്ഞ നാഥുറാം വിനായക് ഗോഡ്സെ അനുഗ്രഹിക്കാനായി ഉയർത്തിയ ഗാന്ധിയുടെ കരങ്ങൾ പിന്നീട് ഒരിക്കലും ഉയരാത്ത വിധത്തിൽ അദ്ദേഹത്തിൻ്റെ പെരുമാറിലേക്ക് നിറതൊക്കൊഴിച്ച് അദ്ദേഹത്തെ കൊന്ന ഹിന്ദു മതഭ്രാന്തന്മാരാണെന്നുള്ള കാര്യം നമുക്കറിയാം. അതാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അഹിംസയുടെ മണ്ണിൽ ഈ മൂഞ്ചെ എന്ന് പറയുന്ന ഒരു ഹിന്ദു മഹാസഭാ നേതാവുണ്ട്. ഈ മൂഞ്ചെ രണ്ട് കാര്യങ്ങളിലാണ് ഗാന്ധിജിയുമായി തെറ്റിയത്, കോൺഗ്രസുമായി തെറ്റിയത്. ഗാന്ധിയുടെ മതേതരത്വം, സെക്കുലറിസം, രണ്ട് നോൺ വയലൻസ്. അപ്പോൾ അഹിംസയും മതേതരത്വവും പാടില്ല. അത് വലിയ അപകടകരമാണ് എന്നുള്ളത് ആരുടെ സിദ്ധാന്തമാണെന്ന് നമുക്കറിയാം. അത് മതരാഷ്ട്രവാദികളായിട്ടുള്ള മനുവാദികളുടെ സിദ്ധാന്തമാണ്. അവരാണ് ഭരണഘടനയ്ക്ക് പകരം മനുസ്മൃതിയെ പ്രതിഷ്ഠിക്കാൻ ശ്രമിക്കുന്നവർ. അത് വളരെ വ്യക്തമായി പറഞ്ഞിരിക്കുകയാണ്. അഹിംസയുടെ ഗാന്ധി മണ്ണിനെ നാം കൈവിടരുത്. നാളെയും നമ്മുടെ കുഞ്ഞുങ്ങൾ കൈകോർത്ത് വേണം പള്ളിക്കൂടങ്ങളിലേക്ക് പോകാൻ. മതമേത് എന്നല്ല കുഞ്ഞുങ്ങൾ പരസ്പരം ചോദിക്കേണ്ടത് വിശക്കുന്നുണ്ടോ എന്നാണ്. മതമല്ല 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 പ്രശ്നം, വിശക്കുന്ന വയറിൻ്റെ വിളിയാണ് പ്രശ്നം എന്ന് ഞങ്ങളുടെയൊക്കെ ചെറുപ്പകാലത്ത് ഉയർത്തിയ മുദ്രാവാക്യമുണ്ട്. ഗോത്രകാലങ്ങളിലെ അക്രമോത്സവവും പൈശാചികവുമായ ഭ്രമയുഗങ്ങളിലേക്ക് തിരിച്ചു നടക്കില്ലെന്ന് നമുക്ക് പ്രതിജ്ഞയെടുക്കാൻ ഇതാണ് സമയം. അപ്പോൾ ഓരോ വോട്ടും ജീവൻ്റെ വിലയുള്ളതാണ് എന്നാണ് സഭ പറയുന്നത്. ഓരോ വോട്ടും ജീവൻ്റെ വിലയുള്ളതാണ്. നിങ്ങളുടെ വോട്ടൊന്ന് തെറ്റിയാൽ അത് നിങ്ങളുടെ ജീവനെടുക്കാം, അത് നിങ്ങളുടെ സ്വത്ത് നശിപ്പിച്ചേക്കാം. അപ്പോൾ നിങ്ങളുടെ ജീവനെയും സ്വത്തിനെയും മാത്രമല്ല ആത്മാഭിമാനത്തെയും അത് ഇല്ലാതാക്കിയെന്ന് വരാം. അപ്പോൾ മഹാനായ ലെനിൻ്റെ വളരെ പ്രശസ്തമായ ഒരു വാചകമുണ്ട്. നിങ്ങൾ രാഷ്ട്രീയത്തിൽ ഇടപെട്ടാലും ഇല്ലെങ്കിലും രാഷ്ട്രീയം നിങ്ങളുടെ ജീവിതത്തിൽ ഇടപെടുക തന്നെ ചെയ്യും. നിങ്ങൾ ഗുജറാത്തിലായിരുന്നു ജനിച്ചിരുന്നെങ്കിൽ ചിലപ്പോൾ തല കാണത്തില്ല. ഒരു വർഗീയ കലാപം നടക്കുന്ന സ്ഥലത്ത് നമ്മൾ പോകുന്നു. നിങ്ങളൊരു പ്രത്യേക രാഷ്ട്രീയ പാർട്ടിയിലൊന്നും പ്രവർത്തിക്കുന്ന ആളല്ല. പക്ഷേ ബോംബിന് രാഷ്ട്രീയമില്ലല്ലോ. ബോംബ് വീഴുമ്പോൾ അവിടെ നിൽക്കുന്ന നിരപരാധികൾ മരിക്കും. ഇപ്പം രാഷ്ട്രീയ ഉച്ഛ്വാസവായുവിനെ പോലാണ്. രാഷ്ട്രീയമാണ് നിങ്ങളുടെ ഭക്ഷണം, വസ്ത്രം, പാർപ്പിടം, ജോലി, കൂലി, അന്തസ്സുള്ള ജീവിതം. ഈ കാര്യങ്ങളെല്ലാം തീരുമാനിക്കുന്ന രാഷ്ട്രീയമാണ്. അതാണ് രാഷ്ട്ര വ്യവഹാര പ്രക്രിയ. ആ രാഷ്ട്ര വ്യവഹാര പ്രക്രിയയിൽ നിങ്ങൾ പങ്കെടുത്താലും ഇല്ലെങ്കിലും രാഷ്ട്രീയം നിങ്ങളുടെ ജീവിതത്തെ ഇടപെടുക തന്നെ ചെയ്യും. അതുകൊണ്ട് നമ്മുടെ മുമ്പിലുള്ളത് ശരിയായ രാഷ്ട്രീയം തിരഞ്ഞെടുക്കലാണ്. ആ ശരിയായ രാഷ്ട്രീയം തിരഞ്ഞെടുക്കാൻ 3 കാര്യങ്ങൾ മാത്രം പരിശോധിച്ചാൽ മതി. 1, രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ഉയർത്തുന്ന മുദ്രാവാക്യം. 2, അത് നടപ്പിലാക്കുന്നതിൽ അവർക്കുള്ള ആത്മാർത്ഥത. 3, എന്തെങ്കിലും രഹസ്യ അജണ്ടകളുള്ള ആട്ടിൻ തോലിട്ട ചെന്നായ്ക്കളാണോ ഇവർ? ഈ 3 കാര്യങ്ങൾ നോക്കിയാൽ മതി. ഞാൻ ഉദാഹരണം പറയാം. നമ്മൾ കൊയ്യും വയലുകളെല്ലാം നമ്മുടേതാകും വൈകിലിയെ എന്ന് ഇവിടുത്തെ ഇടതുപക്ഷക്കാർ കമ്മ്യൂണിസ്റ്റുകാർ പറഞ്ഞു. അത് നടപ്പിലാക്കി. പാമ്പുകൾക്ക് മാളമുണ്ട്, പറവകൾക്ക് ആകാശമുണ്ട്, മനുഷ്യപുത്രന് തലചായ്ക്കാൻ മണ്ണിനിടമില്ല എന്ന് പാടി
ഈ കേരളത്തിൽ വലിയ ബഹുജന പ്രസ്ഥാനം ഉണ്ടാക്കി നോക്കിക്കൊണ്ടിരുന്നതല്ല. ഇപ്പോൾ കഴിഞ്ഞ 7 വർഷക്കാലമായി ഏതാണ്ട് 5 ലക്ഷത്തോളം വരികയാണ് ഈ ലൈഫ് പദ്ധതിയിൽ പാർപ്പിടം, ഭൂപരിഷ്കരണ നിയമം, വിദ്യാഭ്യാസ നിയമം. കോൺഗ്രസ് ആവടിയിൽ സോഷ്യലിസം പ്രഖ്യാപിച്ചു, എവിടെയെങ്കിലും ഭൂപരിഷ്കരണം നടപ്പിലാക്കി. ഇന്ത്യ മുഴുവൻ വരികയാണ് BJP കുറേ കാലമായിട്ട്, പല സംസ്ഥാനങ്ങളിലും മാറി മാറി. എവിടെ ഒരുത്തനൊരു ഭൂമി, ഒരു തുണ്ട് ഭൂമി കൊടുക്കാൻ അവർക്ക് സാധിച്ചു? ഭൂപരിഷ്കരണം നടപ്പിലാക്കാൻ സാധിച്ചോ? രഹസ്യ അജണ്ട ആർക്കാണുള്ളത്? ഇപ്പം ചാത്തൻ സ്വാമി ഇങ്ങുവാ, തമ്പുരാൻ സ്വാമിയുടെ അടുത്തിരി എന്ന് പറയുന്ന ആളാരാ? ഇപ്പം ചാത്തൻ സ്വാമി ഉണ്ടെങ്കിലേ തമ്പുരാൻ സ്വാമിക്ക് നിലനിൽപ്പുള്ളൂ എന്ന് വന്നു. ബ്രഹ്മാവിൻ്റെ മുഖത്തു നിന്ന് ബ്രാഹ്മണനും, ബ്രഹ്മാവിൻ്റെ ബാഹുക്കളിൽ നിന്ന് ക്ഷത്രിയനും, ഉരുക്കളിൽ നിന്ന് വൈശ്യനും, പാദങ്ങളിൽ നിന്ന് ശൂദ്രനും ജനിക്കുന്നു എന്ന് പറഞ്ഞ ആളുകൾ ഇപ്പം പറയുക, ഇനി വാ പട്ടികജാതിക്കാരൻ, ഇനി വാ പിന്നോക്കക്കാരൻ, ഇനി വാ ആദിവാസി, ഇനി വാ ഉമ്മ. നല്ല പണിയാണ്. എന്തിനാ ഇപ്പോൾ ചാത്തൻ സ്വാമി ഇങ്ങ് വാ, തമ്പുരാൻ സ്വാമിയുടെ അടുത്തിരി. ഇതാണ് ഈ ആട്ടിൻതോലിട്ട ചെന്നായ എന്ന് പറയുന്ന രഹസ്യ അജണ്ടകൾ. ഈ 3 കാര്യങ്ങൾ നമ്മൾ നോക്കിയാലറിയാം. ഇനി നമുക്ക് ഒരു വീഡിയോ കണ്ടു നോക്കാം. ആ വീഡിയോ ഒരു വലിയ BJP നേതാവ് സ്വാമി പറയുന്നത്, ഈ ക്രിസ്ത്യാനികൾ മതപരിവർത്തനം നടത്തി നമ്മുടെ നാട്ടിനാകെ കുളമാണ്. മദർ തെരേസ ഒരു വലിയ മതപരിവർത്തനക്കാരിയായിരുന്നു എന്ന് പറയും. ലോകത്തിൻ്റെ വിശപ്പിൻ്റെ വിളികേട്ട് ഈ നാട്ടിൽ ലക്ഷക്കണക്കിന് പട്ടിണിക്കാർക്ക് താങ്ങും തണലുമായി തീർന്ന അഗതികളുടെ അമ്മയെ ഇവർ ആക്ഷേപിക്കുന്നത് ഒരു മതപരിവർത്തനക്കാരിയായിട്ടാണ്. ഇതെല്ലാം പറയുമ്പോൾ മണിപ്പൂര് നമ്മുടെ മുമ്പിലുണ്ട്. ഈദ്ഗാഹ് പള്ളി, ബാബറി മസ്ജിദ് കഴിഞ്ഞതിന് ശേഷം മതന്യൂനപക്ഷങ്ങളുടെ 100 കണക്കിന് പള്ളികൾ ലക്ഷ്യമിട്ടുകൊണ്ടുള്ള പലരുടെയും പ്രസ്താവന. താജ്മഹൽ പോലും നശിപ്പിക്കപ്പെടും എന്ന ആശങ്ക. നിങ്ങൾക്ക് സംരക്ഷിക്കാൻ വയ്യെങ്കിൽ അത് ഇടിച്ചു പൊളിച്ച് കളഞ്ഞു വെക്കുന്ന ധാർമ്മിക രോഷം കൊണ്ട് സുപ്രീം കോടതി പറഞ്ഞ സംഭവം. ക്രിസ്ത്യാനികളുടെ 100 കണക്കിന് ആരാധനാലയങ്ങൾ അഗ്നിക്കിരയാക്കി. മണിപ്പൂരിൽ തന്നെ 300ഓളം, ഡൽഹിയിൽ, ഇന്ത്യയിലെ വിവിധ ഭാഗങ്ങളിലായി. ഇപ്പോൾ ഈ അടുത്ത സമയത്ത് കർണാടകയിൽ നടന്ന ആക്രമണം നമ്മൾ കണ്ടതാ. കോൺഗ്രസ്സുകാർ ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ പോലും അത് തടയാൻ അവർക്ക് സാധിക്കുന്നില്ല. ഈ സാഹചര്യങ്ങളുടെ എല്ലാം അടിസ്ഥാനത്തിലാണ് ഈ സീറോ മലബാർ സഭയുടെ മുഖപ്രസംഗം വന്നിരിക്കുന്ന ദീപികയിൽ. അപ്പോൾ നമുക്ക് ലേറ്റസ്റ്റ് ഒരു വീഡിയോ കൂടെ കണ്ട് അവസാനിപ്പിക്കാം. खतरे में ध्यान रख लेना। अपन सब लोगों को एकता का परिचय देना है, एकता का परिचय देना है। और अभी जो दुश्मन है ना, तो पहला दुश्मन ईसाई है। ये वनवासी क्षेत्रों में जाकर के चर्च के नाम से सेंट पॉल इमानुअल मिशन स्कूल, ये जितना इनका स्टाफ है, ये सब गरीबों में जाकर धर्मांतरण का काम करते हैं। भारत के अंदर मदर टेरेसा ने हजारों लोगों को धर्मांतरित करके ईसाई बना दिया। भारत के अंदर 3 लाख इनके पादरी है, सिस्टम है, सिस्टर है, मदर है, फादर है, ये घूम घूम करके धर्मांतरित करते हैं। पहला दुश्मन कौन है? ईसाइयत। दूसरा मुसलमान। 5 लाख मदरसे हैं इनके। कितने? 5 लाख। 3.5 लाख मस्जिदें हैं। इनका उद्देश्य इसके लिए पाकिस्तान लड़के लेंगे हिंदुस्तान, दारुल अरब से दारुल इस्लाम में बदलना है। इसलिए गांव गांव में घूम घूम करके बच्चों को भड़काने का काम इनके मुल्ला मौलवी करते हैं। हर हिंदू के घर में हथियार पहुंचे, इसके लिए शस्त्र पूजन है। हर हिंदू के घर में हथियार होना चाहिए। खोजने से क्या नहीं मिलता। लोग कहते हैं पैसा त्रिशूल से क्या होगा, पिस्तौल दिलाओ, तोप दिलाओ। लड़ाई झगड़े में पिस्तौल तोप कभी भी काम आती नहीं है। क्या काम आता है? घर में रखा हुआ बढ़िया लठ होता है ना, फावड़े का डंडा देखा है, गैती का डंडा देखा है। यदि उदयपुर के हर दुकान के अंदर होता ना, तो कन्हैया की गर्दन नहीं कटती। वो भागते ना तो दुकानदार उनकी टांगे तोड़ देता। लेकिन सोना चांदी, टीवी, कूलर, फ्रिज, एसी, डबल बेड, बेटे बेटियां सबके पास स्कूटियां और मोटरसाइकिल है बढ़िया बढ़िया। उसकी रक्षा के लिए 150-200 रुपए की कोई चीज है वो हमारे घर पे नहीं है। उन्होंने तो छतों के ऊपर भी पत्थर इकट्ठे करके रखे हैं कि हमारी छोटी बच्ची भी ऊपर से ईंट फेंकेगी, एक हिंदू का काम तमाम कर देगी, राम नाम उसका सत्य हो जाएगा। और हमारे घर में कुछ नहीं है। हिटलर नाम सुना? हिटलर का, जर्मनी का शासक हिटलर, वो कहता था कि दुनिया में सर्वश्रेष्ठ जाति यदि कोई है तो वो है हिंदू।
और दूसरे नंबर पे कोई है तो वो है जर्मन। इसलिए वो अपनी महिलाओं को भारत में भेजता था। किस लिए? तुम हिंदुओं से गर्भ धारण करके आओ ताकि हमारे यहां भी वीर, चरित्रवान, श्रेष्ठ ऐसे योद्धा पैदा हो सके, ऐसा हिटलर कहता था। तो हम सब लोग ऐसे पुण्य भूमि में पैदा हुए, ये हमारे ऊपर भगवान की असीम अनुकंपा है, असीम अनुकंपा।